വടകര MDMA കേസിൽ ഒരാൾ കൂടി പിടിയിലായി. ഇരിട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസാണ് അറസ്റ്റിലായത്. ജിജിൻ ഓൺലൈൻ ഡെലിവറി ബോയായി ജോലി ചെയ്തു വരികയായിരുന്നു. കേസിൽ ഇന്നലെ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായിരുന്നു. അറസ്റ്റിലായവരുടെ സ്വത്തുക്കൾ ഉൾപ്പെടെ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാമെന്നതിനാൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് നീക്കമെന്ന് വടകര CI ദിനേശ് അറിയിച്ചു. വിശദാംശങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, എന്താണ് കേസിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അനന്തു, കോടികളുടെ പണമിടപാടാണ് ഇവരുടെ അക്കൗണ്ട് വഴി നടന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ ഇവർ രാസലഹരി പാർട്ടി നടത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. ലഹരി മാഫിയയുടെ ഇടനിലക്കാരായി പ്രവർത്തിച്ച് നിയമപരമല്ലാതെ പണമുണ്ടാക്കുന്നതിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുമെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടിയും ഉടൻ ഉണ്ടാവുമെന്നും DIG അറിയിച്ചിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു പ്രധാന വിവരം, MDMA ഇടപാടിൽ എല്ലാ പ്രതികളും നേരിൽ തമ്മിൽ ബന്ധപ്പെടുന്നില്ല എന്നതാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ആദ്യം പ്രതിയായ അധ്യാപികയെ ചോദ്യം ചെയ്തതിൽ നിന്നും അതേപോലെ അവരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചതിൽ നിന്നുമാണ് മറ്റുള്ള പ്രതികളിലേക്ക് അന്വേഷണം എത്തിയത്. നിലവിൽ 5 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ 6ാമത് ഒരാൾ കൂടി ഇതിൽ ഉൾപ്പെട്ടേക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം. അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് ഇനി നടക്കുക. കേവലം ഒരു ഡെലിവറി ബോയുടെ അക്കൗണ്ടിൽ 6 മാസത്തിനുള്ളിൽ എങ്ങനെ കോടികളുടെ പണം എത്തിയതായി ഇടപാട് നടന്നതായും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2.5 ഗ്രാം MDMA-യുമായി വടകര ആവിക്കൽ സ്വദേശി സഫ്വാൻ പിടിയിലായതോടെയാണ് വലിയ ഒരു ലഹരി മാഫിയ റാക്കറ്റിലേക്ക് പോലീസ് എത്തുന്നത്. ഈ അന്വേഷണത്തിന്റെ തുടർച്ചയാണ് 6 പ്രതികളിലേക്ക് ഇപ്പോൾ എത്തിയത്. നിലവിൽ പിടിയിലായ ജിജിൻ കുര്യാക്കോസിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പണം ആരാണ് അയക്കുന്നത് എന്നോ ലഹരി വാങ്ങിക്കാനാണോ അല്ലെങ്കിൽ അവരും ഒരു ഇടനിലക്കാരാണോ എന്നിങ്ങനെയുള്ള കാര്യം വിശദമായി അന്വേഷിക്കേണ്ടതുണ്ടെന്നും DIG അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, വിദേശത്ത് നിന്ന് വരുന്നത് പോലുള്ള ഫോൺ നമ്പറുകളിൽ നിന്നാണ് ഇവരുടെ വിളികൾ. പല ATM-കൾ വഴിയാണ് ഇവർ പണം പിൻവലിക്കുന്നത് എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ATM ഉപയോഗിച്ചത് അക്കൗണ്ട് ഹോൾഡർ അല്ല എന്നതാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ആരാണ് ഇതിന് പിന്നിൽ എന്നും എവിടുന്നാണ് ഈ ഡ്രഗ് സപ്ലൈ ചെയ്യുന്നത് എന്നും വടകരയിലും പരിസര പ്രദേശങ്ങളിലേക്കും MDMA എത്തിക്കുന്നതിന് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയകളുടെ ശക്തമായ ഒരു സാന്നിധ്യമുണ്ടോ എന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം പൂർത്തീകരിക്കാതെ ആരാണ് ഇതിന് പിന്നിലെ സൂത്രധാരൻ എന്നോ ഇതിന്റെ തലവനെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല. അനന്തു, ശരി, വ്യക്തമാണ്. വടകര MDMA കേസിൽ അന്വേഷണം ശക്തമാക്കുകയാണ് പോലീസ്. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു. പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അനൂപാണ് വിശദാംശങ്ങൾ നൽകിയത്.